പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, പുതുവർഷത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രാർത്ഥനാപൂർവ്വം ഏവർക്കും നേരുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് അനുഗ്രഹീതമായ ഒരു പുതുവർഷം പ്രദാനം ചെയ്യട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമകരണത്തിൻ്റെ ദിനമാണ്. അതോടൊപ്പം മോറോനോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ നാമഹേതുക തിരുനാളും മാവേലിക്കര ഭദ്രാസന സ്ഥാപന ദിനവുമാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ശിശുവിൻ്റെ പരിശീലനത്തിനുള്ള 8-ാം ദിവസമായപ്പോൾ അവൻ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൂതൻ നിർദ്ദേശിച്ചിരുന്ന യേശു എന്ന പേര് അവന് നൽകി. മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്നും ഒരു ജോഡി ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. ഒരു കുടുംബത്തിലെ ആദ്യജാതൻ്റെ ജനനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിച്ഛേദനം, നാമകരണം, ശുദ്ധീകരണം, കാഴ്ചവയ്ക്കൽ, സമർപ്പണം തുടങ്ങിയ യഹൂദ ആചാരങ്ങളൊക്കെ പരിശുദ്ധ മറിയവും വിശുദ്ധ ജോസഫും വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ പ്രകാരം 8-ാം ദിവസം അവർ യേശുവിൻ്റെ പരിച്ഛേദന ശുശ്രൂഷ നടത്തുന്നു. ദൈവദൂതൻ്റെ അറിയിപ്പനുസരിച്ച് ശിശുവിന് യേശു എന്ന നാമകരണം ചെയ്യുകയും ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്ന ശുദ്ധീകരണ കർമ്മം നടത്തുകയും ചെയ്യുന്നു. അതുപോലെ യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും പരിശുദ്ധ മറിയത്തിൻ്റെ ശുദ്ധീകരണാർത്ഥമുള്ള ബലിയർപ്പണം നടത്തുകയും ചെയ്യുന്നു. ഏത് കാരണത്താലാണ് യേശുവിൻ്റെ മാതാപിതാക്കൾ ഇതൊക്കെ ചെയ്തതെന്ന് വിശുദ്ധ ലൂക്കോസ് വിശേഷം വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് നൽകണമെന്ന കൽപ്പന അനുസരിച്ച് യേശുവിനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് മറിയവും ജോസഫും. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് ആദ്യജാതന്മാർ. ഗർഭപാത്രം തുറക്കുന്ന ഓരോ ആൺകുട്ടിയെയും കർത്താവിന് സമർപ്പിക്കണമെന്നത് പഴയ നിയമ കൽപ്പനയാണ്. മാത്രമല്ല, അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിലെ പൗരോഹിത്യ ശുശ്രൂഷയും. എന്നാൽ ഈ ശുശ്രൂഷ പിന്നീട് ലേവായർക്ക് മാത്രമായി നൽകപ്പെടുകയുണ്ടായി. യേശുവിൻ്റെ ജനന സമയത്ത് പ്രകടമായ ദാരിദ്ര്യം ഇവിടെയും കാണാം. പാവപ്പെട്ടവളായതുകൊണ്ടാണ് മറിയം ഒരു ജോഡി ചങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നത്. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കുവാൻ കഴിവില്ലാത്തവരാണ് ഇപ്രകാരം ചെയ്തിരുന്നത്. പാവപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന യേശു ജനനം മുതൽ മരണം വരെ തൻ്റെ ജീവിതത്തിൽ ശൂന്യവൽക്കരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. അങ്ങനെ മനുഷ്യകുലത്തെ മുഴുവൻ സമ്പന്നതയാൽ നിറയ്ക്കുകയും ചെയ്തു. ഈ ദൈവത്തോട് ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൃപാവരങ്ങളിൽ സമ്പന്നരാകാൻ നമുക്കും ശ്രമിക്കാം.